ഞാൻ ഇന്ന് വളരെ നേരത്തെ തന്നെ ഒരു 10 ദിവസം മുമ്പ് തന്നെ ശ്രീമാൻ NK പ്രേമചന്ദ്രൻ MP നയിക്കുന്ന ഒരു തീരദേശ യാത്രയുടെ ഭാഗമായിട്ട്, അതായത് ഈ കടലിലെ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള ഒരു സമരം നടക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പോകാതിരുന്നത്. പാർട്ടി അവിടെ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇതുവരെയായിട്ട് ആത്മാർത്ഥമായി ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഭാവിയിൽ അത് തന്നെയായിരിക്കും. ഒരു അധ്യക്ഷ മാറ്റം വേണം, അല്ലെങ്കിൽ KPCC സമൂലമായ ഒരു മാറ്റം വേണമെന്ന ആവശ്യം അങ്ങേക്കുമുണ്ടോ? KPC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. നിലവിൽ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട് ഒരു അഴിച്ചുപണി പാർട്ടികൾ നടത്തണം എന്നുള്ള അഭിപ്രായമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. പക്ഷേ എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. എന്തുകൊണ്ടാണ് അധ്യക്ഷനെ മാറ്റം? മറ്റു പലരും അധ്യക്ഷനെ മാറ്റണം എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഒഴികെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ മാറ്റേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ എല്ലാ കാര്യത്തിനെയും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പക്ഷേ ഇന്നത്തെ ഈ യാത്രയെക്കാട്ടിയും വളരെ പ്രധാനപ്പെട്ടതല്ലേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുമ്പോൾ ഹൈക്കമാൻഡ് വിളിക്കുന്ന മുതിർന്ന നേതാക്കളുടെ യോഗം? അത്തരം ഒരു യോഗത്തെക്കാൾ പ്രാധാന്യമുണ്ടോ ഇവിടെ കേരളത്തിലുള്ള യാത്ര? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിന് എന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെയൊക്കെ വോട്ട് വാങ്ങി പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവർക്കൊരാപത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എങ്ങനെ? ഇല്ല, ഇന്നാണ് ഇവിടുത്തെ പ്രോഗ്രാമിനാണ് എന്നെ ക്ഷണിച്ചത്. എന്നെ ക്ഷണിച്ചതിനാൽ എനിക്ക് പോകാൻ പറ്റും. അല്ല, അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുക. അപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോഴല്ലേ കൂടുതൽ ആരോഗ്യം വേണ്ടത്. ആ ആരോഗ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. പിന്നെന്താ പ്രസിഡന്റ് ആവാൻ ആരോഗ്യം പോരാന്ന് പറയുന്നത്? ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. അവരെന്ത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കും. അല്ല, ഇതിപ്പോൾ എല്ലാം നോക്കിയാൽ ഈ എന്താ പറയേണ്ടത്, പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ ഓരോ തെരഞ്ഞെടുപ്പും നോക്കി പുനഃസംഘടന മാറ്റി വെച്ചത് നടക്കില്ല. അതുകൊണ്ട് നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണിത്. പഞ്ചായത്ത് ഇലക്ഷൻ ഈ 8 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി സമയമുണ്ട്. ഇപ്പം ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ല, ഞാനൊരു സ്ഥാനം ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാർട്ടി എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുക. അതല്ലാതെ ഇന്ന സ്ഥാനം വേണമെന്നോ അങ്ങനെ വല്ല സ്ഥാനത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ പോകാതിരിക്കില്ലല്ലോ. എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് സ്ഥാനത്തിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് മത്സരരംഗത്ത് പോയാൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്ത് പറയുന്നത് അതനുസരിക്കും. അത് തന്നെയുള്ളൂ. ആ ആ അല്ല, അതൊക്കെ അതിൻ്റെയൊക്കെ ചർച്ച അവിടെ നടക്കുമല്ലോ. എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാം. അതിനിപ്പോൾ ഡൽഹിക്ക് തന്നെ പോകണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ലേ. ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമല്ലേ. അങ്ങനെയും പറയാമല്ലോ. അതല്ല, പോകണമെന്ന് അവർ പറയുകയാണെങ്കിൽ പോകും തീർച്ചയായിട്ടും. അല്ല, അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. ആരെ പരിഗണിക്കണം, ആരെ മാറ്റി നിർത്തണം, അതൊക്കെ തീരുമാനിക്കാനുള്ള നേതൃത്വം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വറീഡാവേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ദീപാദാസ് മനുഷ്യ നേരിട്ട് വിളിച്ചിരുന്നു. ശരിയാണ്, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് അറിയിക്കണം, ഇതുകൊണ്ടാണ് വരാത്തത്. ഇല്ല, അതൃപ്തിയൊന്നുമില്ല. കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ. ശരിയാണ്, അതൃപ്തി ഒട്ടുമില്ല. തൃപ്തി കുറേ കാലമായിട്ടില്ല.